സിനിമാ സംഗീത സംവിധാനം ഒരു നഷ്ടക്കച്ചവടമാണെന്ന് എം.ജി. ശ്രീകുമാർ കരുതിയ ഒരു കാലമുണ്ടായിരുന്നു. TV ചാനലുകൾ സംഗീതബോധത്തെ കെടുത്തുകയാണെന്ന ചിന്താഗതിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ TV റിയാലിറ്റി ഷോയിലും സംഗീത സംവിധാന രംഗത്തും വളരെ സജീവമായ സാന്നിധ്യമാണ് ശ്രീകുമാർ. ഈ ചൂടുമാറ്റത്തിന് അദ്ദേഹത്തിന് ചില യുക്തികളുണ്ട്. അതിലേക്ക് കടക്കുകയാണ് നേരെ ചൊവ്വേ രണ്ടാം ഭാഗത്തിൽ. വളരെ ചെറുപ്പത്തിലെ ഈ ചാരം മൂടിക്കിടന്ന കനലിൽ താങ്കൾ ചാടുകയും കാല് വല്ലാണ്ട് പൊള്ളുകയും ഒക്കെ ചെയ്തു. ഇതെങ്ങനെയാ ജോണി അറിഞ്ഞത്? ചുമ്മാതല്ലേ നേരെ ഭയങ്കര പോപ്പുലറായിട്ട് വരുന്നത് കേട്ടോ. അതിനുശേഷം താങ്കൾ ഇതുപോലെ പ്രത്യക്ഷത്തിൽ അപകടം എന്ന് തോന്നാത്ത പല അപകടങ്ങളിലും ചെന്ന് ചാടിയിട്ടില്ലേ? ചില ബന്ധങ്ങളാവാം, ചില സിറ്റുവേഷൻസ് ആവാം. ഇല്ല, ഞാനിതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാം നിമിത്തങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. എനിക്ക് അങ്ങനെ ഒരു പിന്നെ ഇന്നത് ഞാൻ ചെയ്യും എന്നൊന്നും വിചാരിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല. അപ്പം വീട്ടുകാരുടെ ഒന്നും സമ്മതമില്ലാതെ എടുത്തൊരു തീരുമാനമായിരുന്നു താങ്കളുടെ വിവാഹം. അപ്പം അതിൽ താങ്കൾക്ക് എന്തെങ്കിലും അങ്ങനെ വീട്ടുകാരെല്ലാം കൂടി ആലോചിച്ച് ഉറപ്പിച്ചൊരു വിവാഹം അല്ലാതെ നടത്തിയതിന് ഒരു വീട്ടുകാർക്ക് വിഷമമുണ്ട്. അതിപ്പം ഞാൻ പറയട്ടെ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 25 വർഷമായി. 24 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടുകാർ വിഷമിച്ച് കഴിഞ്ഞാൽ വിഷമിച്ചുകൊണ്ടിരിക്കട്ടെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഇല്ലാത്ത വിഷമം ഇനി എന്തിനാ വീട്ടുകാർക്ക്? കാരണം വേറൊന്നുമല്ല, എനിക്കിഷ്ടപ്പെട്ടൊരു പെണ്ണെ ഞാൻ കല്യാണം കഴിച്ചു. ഇന്ന് വരെ ഈ സമയം ഞാൻ ജോണിയോട് സംസാരിക്കുന്ന സമയം വരെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറഞ്ഞ് ലേഖയാണ്. ഇന്ന് വരെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുമ്പം അമ്മയുടെയും മുമ്പിൽ നിർത്തിയതുപോലെ അല്ല, അമ്മ അങ്ങനല്ല. ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനം, അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം. ഓഫ് കോഴ്സ് അമ്മ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, എൻ്റെ എല്ലാമായിട്ടുള്ള എന്നും ഒരു ദിവസം ഞാൻ ആലോചിക്കാത്ത ഒരു ദിവസം പോലുമില്ല അമ്മ. ഇപ്പം നമ്മൾ വീട്ടിൽ പോയി കിടക്കുമ്പം നമ്മുടെ ചേട്ടനെ ചേച്ചി അല്ലല്ലോ നോക്കുന്നത്. നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാനും അതിന് ഉചിതമായ ഒരു മറുപടി തരുന്നത് അവിടാണ് ഞാൻ. പ്ലീസ് നോട്ട് യുവർ പോയിന്റ്. ഉചിതമായ ഒരു മറുപടി കിട്ടുന്നത്. കാരണം ഒരു ഭാര്യ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഭർത്താവിനെ കുളത്തിക്കൊണ്ട് ചാടിക്കാം. അങ്ങനെ എനിക്ക് എക്സാമ്പിളായിട്ടുള്ള ഒരുപാട് ഫാമിലി അറിയാം. കാരണം വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഭർത്താവിൻ്റെ അടുത്ത് ഓഫ് മൂഡിലിരിക്കുമ്പോൾ പറയും. അദ്ദേഹം ഫോൺ ചെയ്ത് പിന്നെ എന്തെങ്കിലും സംസാരിച്ച് പ്രശ്നങ്ങളുണ്ടാക്കും. അത് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിനെ, കരിയറിനെ ബാധിക്കുന്ന രീതിയിൽ മാറും. അങ്ങനെയുള്ള ഒരുപാടുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യ അങ്ങനെയല്ല. നല്ലത് പാടിയാൽ നല്ലതാണെന്ന് പറയും. ഇനി ഒരു പക്ഷേ വേണുഗോപാലാണ് നല്ലത് പാടുന്നതിൽ എൻ്റെ ഭാര്യ പറയും, ആ പാട്ട് ശ്രീകുട്ടനെക്കാട്ടി നന്നായിട്ട് വേണുഗോപാൽ പാടിയെന്ന് പറയും. അതാണ് എനിക്കിഷ്ടം. കാര്യം എന്താണെന്നറിയോ? കാരണം ജെനുവിനായിട്ട് സത്യസന്ധമായിട്ട് തുറന്ന് പറയുമ്പോൾ, ഫ്ലാറ്റിംഗ് ഇല്ലാതെ, പുകഴ്ത്തലില്ലാതെ പറയുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ളൊരു ഇടം നമ്മുടെ വീട്ടിൽ കിട്ടും. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സ്വന്തമാക്കാൻ വേണ്ടി താങ്കൾക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു? ഇല്ല, അങ്ങനൊന്നുമില്ല. ഞാൻ കല്യാണം കഴിക്കാതെ ഒരു 10-14 വർഷം ജീവിച്ചു എന്നേ ഉള്ളൂ. അതെ, ഒരുമിച്ച് ജീവിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒരുപാട് ആളുകൾ അനാവശ്യമായിട്ട് തലയിട്ടു. അനാവശ്യമായിട്ട് വന്നിട്ട് ഒരുപാട് പേര്, പിന്നെ അത് സ്വാഭാവികമല്ലേ. നമ്മുടെ നാട്ടു നടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഇവിടെ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് വളരെ സങ്കുചിത മനോഭാവമുള്ള വ്യക്തികളാണ്. ഇന്നും ഇപ്പം കേശവൻ പിള്ള എന്നുള്ള ഒരാളിനുണ്ടെങ്കിൽ കേഷ് എന്നിട്ട് പേരിട്ട് അവൻ മറ്റേ ബെർമൂടയും ബാക്കി തലമുടിയൊക്കെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു 26 വയസ്സാകുമ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ച് പറയും, മോനെ ആ ജാതകം കഴിഞ്ഞ് കൊണ്ടുപോവാ, അതൊന്ന് നോക്കിയിട്ട് നിൻ്റെ 7 കണ്ടകശനിയാണ്, അതുകൊണ്ട് നീ കെട്ടണ്ടെന്ന് പറഞ്ഞാൽ അവൻ കെട്ടത്തില്ല. ഇവിടെ ലിവിങ് ടുഗദറോ ഒന്നും നടക്കത്തില്ല. നമുക്ക് ഗോഡ്സ് ഓൺ കൺട്രി ഇവിടെ ഒരു ചിട്ടയുണ്ട്. ഈ പറയുന്ന എല്ലാവരും എത്ര പിന്നെ വളരെ ഫോർവേഡായിട്ട് ഒരു വെസ്റ്റേൺ ചിന്താഗതിയോട് കൂടി പോണവരും ഫൈനലി ഈ ജാതകം നോക്കാതെയും ജ്യോത്സ്യം പറയുന്നത് കേൾക്കാൻ കെട്ടുന്നവരുണ്ടോ? ഇല്ലല്ലോ. അവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. കാരണം നാച്ചുറലി ഇപ്പം ഞാൻ പറയട്ടെ, 2 പേര് ഒരുമിച്ച് നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഉള്ള ആൾക്കാർക്ക് തോന്നും അത് അവരുടെ ഒരു കടമയായിട്ട് സ്വാഭാവികമാണ്, പക്ഷേ അനാവശ്യവുമാണ്. ഇപ്പം ഞാനതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ജീവിച്ചു 10-14 വർഷം വി ലിവ് ടുഗദർ. പക്ഷെ അതിനൊരു പിന്നെ അന്തിമമായിട്ടൊരു കർമ്മം ചെയ്തത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. മലയാള മനോരമ, അതായത് വനിത, നിങ്ങളെ വ്യവസ്ഥാപിതമായ വിവാഹത്തിലേക്ക് കൊണ്ടുപോയത് അവരാണ്. അതായത് എന്നെ കൊണ്ടുവന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊന്നുമില്ല, ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് ഇതായിട്ട് അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കാം, എതിർപ്പോടുകൂടി ജീവിക്കാം. ഒരു രസമാണ്. കാരണം ഞാൻ ആദ്യം പിന്നെ മദ്രാസിൽ പോവും,
പിറ്റേ ദിവസം ഫ്ലൈറ്റിൽ ഇവൾ മദ്രാസിൽ വരും. എന്നിട്ട് അവിടെ താജിലും ബാക്കിയുള്ള എല്ലാം കറങ്ങി നടക്കുക. അതൊരു ത്രില്ലാണ് കേട്ടോ. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. വിവാഹം കഴിക്കാതെ ചെയ്യുമ്പോഴാണ് ഒരു ത്രില്ലാവുന്നത്. അതിൻ്റെ ഒരു രസമൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പക്ഷെ അത് ആരും, ഞാൻ ഈ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്ന ആരും അത് ഫോളോ ചെയ്യേണ്ട. അത് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 3-4 മാസം കഴിയുമ്പോൾ ഈ ലിവിങ് ടുഗദർ അങ്ങ് മാറിയിട്ട് വേറെ ആളിനെ തരേണ്ടി വരും. അപ്പോൾ അതല്ല, അതൊരു ത്രില്ലാണ്. ആ ത്രില്ല് നശിപ്പിച്ചത് നിങ്ങളുടെ മലയാള മനോരമയും വനിതയും കൂടാണ്. അതായത് ഞാനൊരു പിഴിച്ചിലിന് ചെങ്ങന്നൂരൊരു പിഴിച്ചിൽ കേന്ദ്രത്തിൽ പോയി കിടക്കായിരുന്നു. അവിടെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, മണറാട് മാത്യുവും ദിലീപും കൂടെ അവിടെ വന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഇത്തവണ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കവർ പേജ് വനിതയിൽ അടിക്കാനാണെന്ന്. 2000-ലാണ് കേട്ടോ, 2000. അപ്പം ഞങ്ങൾ ത്രില്ലായി. കളർ പേജ് വനിത. അപ്പം ഞങ്ങൾ എനിക്കിപ്പം കുറച്ച് തടിയും വയറും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ പിഴിച്ചിലിന് പോയപ്പോൾ എല്ലാം കഴിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ടിരിക്കുക. അപ്പം ഞാൻ പറയടി, നമുക്കിതങ്ങ് സമ്മതിച്ചാലോ? സമ്മതിച്ചു. അങ്ങനെ വന്ന് ഇൻ്റർവ്യൂ തുടങ്ങി. ഒരു ഉച്ചയായപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മാത്രമേ ഞങ്ങളിത് മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഒരു കുണുക്കായി, ഇതെന്ത് ചെയ്യും? കാരണം നമ്മൾ ഇനിയിപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ചിട്ടുമില്ല, ആകെ പ്രശ്നമാവും. ആകെ ഒരു വലിയ വല്ലാത്തൊരു ഒരു മുഹൂർത്തത്തിലോട്ട് കൊണ്ട് ചാടിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, എന്തോ വരട്ടെ, നിങ്ങൾ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ വിവാഹിതരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ മൂകാംബിയിൽ പോയിട്ടാണ് ഇത് ഈ ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത ദിവസം, ഇത് വരുന്നതിന് മുമ്പേ, ഈ പത്രത്തിൽ ഈ വനിതയിൽ ഇത് അടിച്ചു വരുന്നതിന് മുമ്പേ ഞങ്ങൾ വിവാഹിതരാവണ്ടേ. അപ്പം ഈ വനിതയിൽ ഇൻ്റർവ്യൂ കൊടുത്ത് ഈ ഫോട്ടോ അന്ന് കോട്ടയത്ത് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഇതിൻ്റെ കവർ പേജിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഒറ്റ വെടിയിൽ വിട്ടു കാറിൽ. മൂകാംബിയയിൽ പോയിട്ട് അവിടെ രജിസ്ട്രാറെ എല്ലാം കൊണ്ടുവന്ന് അവിടെ വെച്ച് കല്യാണം കഴിച്ചു. എന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഞെട്ടിപ്പോയി. കാരണം പ്രിയനൊക്കെ ചോദിച്ചു, എന്തുപാടേ നീ വല്ലതും കഴിഞ്ഞതാണോ അതോ? അപ്പം ഞാൻ പറഞ്ഞു, വേണ്ടേ, സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇനി ഓതറൈസ്ഡായി, പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, വെരി ഗുഡ്. എല്ലാവരും എന്നെ സപ്പോർട്ടായിരുന്നു. ഇപ്പം ഈ സമൂഹത്തിന്റെ ഇടപെടൽ സ്വാഭാവികമാണ് എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ ഇടപെടൽ പലരുടെ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ഉദാഹരണമാണ്. അത് ഇതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്തിനാണ് വീണ്ടും ഈ സമൂഹം ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നതെന്ന് താങ്കൾക്ക് തോന്നിയില്ലേ? അത് നമ്മുടെ ഇവിടെ അമേരിക്കയൊന്നുമല്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫോറിൻ കൺട്രീസ്, ജപ്പാനോ സിംഗപ്പൂരോ ഒന്നുമല്ല. അവിടെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം ഒരു വർഷം ഒരാൾ ഒരു കൂടെ താമസിക്കുന്നു, പോകുന്നു, മാരി ചെയ്യുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ല. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ, ഹരിതവർണ്ണമായിട്ടുള്ള ഈ കേരളത്തിൽ അത് നടക്കും എന്നെനിക്കത് എന്താണ് ഇങ്ങനെ കുഴപ്പമില്ല നടന്നുള്ളൂ എന്ന് പറയുന്നൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അപ്പോൾ MG ശ്രീകുമാറിന് കുട്ടികളില്ലാത്തത് നിങ്ങളുടെ തീരുമാനമാണോ ദൈവനിശ്ചയമാണോ? ഞങ്ങളുടെ തീരുമാനമാണ്. അതെന്താണ്? താങ്കളെപ്പോലെ ഒരു ഗായകന് ഒരു അടുത്തൊരു തലമുറ ഉണ്ടാവേണ്ടതല്ലേ? അല്ല, അത് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഉണ്ടായാൽ നല്ലതായിരിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. ഉണ്ടായാൽ നല്ലതായിരിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. ആ ഒരു റിസ്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എടുക്കാൻ താല്പര്യമില്ല. ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് ആലോചിക്കുന്നൊരു മനുഷ്യനാണ്. കാരണം ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഞാനൊരു വിവാഹം കഴിച്ചു. എൻ്റെ തീരുമാനത്തിൽ കുട്ടികൾ വേണ്ടാന്ന് വെച്ചു. അല്ല, ഇപ്പോൾ തീർച്ചയായിട്ടും നല്ലതാവാനാണ് കൂടുതൽ സാധ്യതയെങ്കിൽ അങ്ങനെ ഒരു റിസ്ക് പറയാൻ പറ്റില്ലല്ലോ. അത് എങ്ങനെ ഒരു റിസ്ക് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അത് എനിക്കിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പ്രാക്ടിക്കലായിട്ട് കണ്ടും കേട്ടും മനസ്സിലാക്കുന്നുണ്ട്. പലരുടെയും മക്കൾ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് വേണ്ട. എന്തിനാണ് അത്? അങ്ങനൊരു പോളിസി ഇവിടെ കേരളത്തിലുണ്ടെങ്കിൽ അത് ഞാനത് മാറ്റുന്നു, എൻ്റെ ബുക്കിൽ നിന്ന് അത് മാറ്റുന്നു. അല്ല, പോളിസി അല്ല, ഒരുപക്ഷെ അതൊക്കെ ഒരു അലോസരമാകുമെന്ന് വിചാരിച്ച് ജീവിതം കുറച്ചുകൂടെ ആസ്വദിക്കാൻ വേണ്ടി അങ്ങനെ ഒരു തീരുമാനം? അങ്ങനെയൊന്നുമല്ല, ജീവിതം ആസ്വദിച്ച് ഇതൊക്കെ മതി, ധാരാളം ദൈവം തന്നില്ല. ഐ ഹാവ് ടേക്കൺ എ ഡിസിഷൻ ഓൺ സർട്ടൻ തിങ്സ് വിച്ച് ഐ കാൺ ഡിസ്ക്ലോസ്. ഓക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുകൊണ്ടുമല്ല, ഞങ്ങളുടെ പേഴ്സണൽ പ്രശ്നമൊന്നുമല്ല. ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയത്തോളം ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ തന്നെ നിൽക്കുന്നു. കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നന്നായിരിക്കണം, അവർ തലവേദനയായിട്ട് മാറരുത്. ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ പോളിസി ഈ വൈകിയ വേളയിൽ. അങ്ങനെ ആളുകൾ വിചാരിക്കുകയായിരുന്നെങ്കിൽ അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 100-ൽ 1 വെച്ചോളൂ. പലരും ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുത്ത വ്യക്തികൾ വരെ ഉണ്ട്. അത് വാങ്ങിക്കുന്ന സംഗീത സംവിധായകർ ഇവിടെ ഉണ്ട്.